ഇന്ന് തന്നെ ഡൗൺലോഡ് ചെയ്യൂ. കാണൂ നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ്. ആ താലി കെട്ടിയവനാണല്ലോ അവളുടെ ഭർത്താവ്. അത് തന്നെ നടത്തി കൊടുക്കാൻ ഞാൻ പറഞ്ഞു. ദേവൻ ഒരിക്കലും ഈ സത്യം അറിയാൻ പാടില്ല. അവൻ സത്യത്തിനു വേണ്ടി നിലകൊള്ളുന്നവനാ. വരുൺ രാധികയെ ആ താലി കെട്ടിയതെന്നറിഞ്ഞ അവൻ അവരെ ഒന്നിപ്പിക്കും. താനെന്താടെ ഇവിടെ വന്ന് നിൽക്കുന്നത്? ഭക്ഷണത്തിന് നേരായിട്ടും ദേവേട്ടനെ കാണാതായപ്പോ വാമേ കഴിക്കാം. ക്ഷേത്രത്തിൽ നിന്നൊരു സംഭവം ഉണ്ടായി. രാവിലെ നട അടയ്ക്കുന്നതിന് തൊട്ടു മുമ്പ് ഒരച്ഛനും മകളും ക്ഷേത്രത്തിലേക്ക് വന്നു. അച്ഛൻ വലിയ സങ്കടത്തിലായിരുന്നു. അയാളെ കൊണ്ടാവുന്നതെല്ലാം കൂട്ടിവെച്ച് മോളുടെ കല്യാണം നടത്തി കൊടുത്തു. പക്ഷെ അപ്പോഴാ പെൺകുട്ടി പറയുന്നത് അവൾക്കൊരാളെ ഇഷ്ടമാണെന്ന്. അവര് തമ്മിൽ നേരത്തെ എന്തോ രജിസ്റ്റർ മാരേജ് ഒക്കെ കഴിഞ്ഞിട്ടുണ്ട്. ആ പെൺകുട്ടിയുടെ കഴുത്തിൽ താലിയുണ്ട്. പാവം. നടയിലിരുന്ന് കരയുന്നത് കണ്ടിട്ടാ ഞാൻ കാര്യങ്ങളൊക്കെ ചോദിച്ചത്. എന്നിട്ട് എന്തായി? അച്ഛന്റെ പിടിവാശി ഒരു വശത്ത്, വിട്ടുവീഴ്ചയില്ലാത്ത പെൺകുട്ടി മറുവശത്ത്. പിന്നെ ഒടുവിൽ രണ്ടുപേരെയും കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കി. കഴുത്തിലൊരു താലി കിടക്കാന്ന് പറഞ്ഞാ അത് നിസ്സാരമല്ലല്ലോ അമ്മേ. അതാരായാലും ഏത് സാഹചര്യത്തിൽ കെട്ടിയതായാലും അതിനൊരു പവിത്രതയില്ലേ? അതിനെ മാനിക്കണ്ടേ? ആ താലി കെട്ടിയവനാണല്ലോ അവളുടെ ഭർത്താവ്. അത് തന്നെ നടത്തി കൊടുക്കാൻ ഞാൻ പറഞ്ഞു. നീ ആ പറഞ്ഞത് അത്രയ്ക്ക് അങ്ങോട്ട് ശരിയായില്ല. അതെന്താ? പെൺകുട്ടികൾ ഓരോ അബദ്ധങ്ങൾ കാണിച്ചു കൂട്ടും. അതിനൊക്കെ അനുസരിച്ച് കാരണവന്മാർക്ക് മാറാൻ പറ്റുമോ? അങ്ങനെയാണെങ്കിൽ പിന്നെ ഈ താലിക്ക് എന്തിനാ ഇത്രയും പവിത്രത കൽപ്പിക്കുന്നത്? ദേവേട്ടൻ കഴിക്കേ. മതി. രാധിക മോളെവിടെ? മോളിവിടെ വന്നിട്ടുണ്ടല്ലോ. അത് ദേവേട്ടൻ എങ്ങനെ മനസ്സിലായി? ഭക്ഷണത്തിന്റെ രുചി കണ്ടാൽ എനിക്കറിയില്ലേ. എന്റെ മോളുടെ സ്നേഹമാണ് അവൾ ഉണ്ടാക്കുന്ന ഭക്ഷണത്തിലുണ്ടാവുക. അവളെവിടെ? അവള് കുറച്ചു നേരമായി പൂജാമുറിയിൽ ഇരിക്കുക. എന്നാ പിന്നെ ഞാനൊന്ന് കണ്ടിട്ട് വരാം. നീ അവിടെ നിന്ന് കഴിച്ചു തീർക്ക്. അവളിവിടെ തന്നെ ഉണ്ടല്ലോ. ഭക്ഷണമൊക്കെ കഴിച്ചു കഴിഞ്ഞിട്ട് കാണാം. എന്തായാലും എന്റെ മോളുണ്ടാക്കിയതല്ലേ, മതി മറന്നങ്ങ് കഴിച്ചേക്കാം.
മുത്തശ്ശി രാധിക ഒന്ന് വിളിക്കൂ. ആ, എന്റെ പൊന്നു മുത്തശ്ശി ഒന്ന് വിളിക്കുക അയാളെ. എന്നിട്ട് അയാളൊന്ന് സമാധാനിപ്പിക്കേ. പാവം ചിലപ്പോ ഒന്നും കഴിച്ചിട്ട് പോലും ഉണ്ടാവില്ല. അവിടെ ഇപ്പൊ എന്താ അവസ്ഥയെന്ന് അറിഞ്ഞൂടല്ലോ. എന്തായാലും രാധിക ഇവിടുന്ന് ഇറക്കി വിട്ടിട്ട് പ്രിയങ്ക വെറുതെ ഇരിക്കില്ല. പ്രിയങ്ക ഒന്ന് പറഞ്ഞാല് അത് 100 ആക്കുന്ന ഒരാളാ അവിടെ ഉണ്ട്, അവളുടെ മുത്തശ്ശി. എന്താ ഏതാന്നറിയാതെ നമ്മൾ വിളിച്ച് പ്രശ്നം ആക്കണ്ട. പിന്നെ എങ്ങനെ ഞാൻ അയാളുടെ കാര്യമൊന്നും അറിയുന്നേ? മിക്കവാറും കുറച്ചു കഴിഞ്ഞ പിന്നെ ഞാൻ ആറ്റുവശ്ശേരിയിലേക്ക് പോകും. എനിക്ക് അയാളൊന്ന് കാണണം മുത്തശ്ശി. അയാളോടൊന്ന് സമാധാനമായിട്ടിരിക്കാനെങ്കിലും പറയണം. ഇപ്പൊ ഒന്നും ചെയ്യണ്ട, അടങ്ങി ഒതുങ്ങി ഇവിടെ ഇരുന്നാ മതി. ഇതെന്താ രണ്ടുപേരും ഭക്ഷണം കഴിക്കാൻ വരുന്നില്ലേ? ഡാ വാ. എനിക്ക് വേണ്ട. ദേ അമ്മയും വേണ്ടാന്ന് വെച്ചിരിക്കണോ? എനിക്കിപ്പൊ വിശപ്പില്ല. വിശപ്പ് വരുമ്പോ ഞാൻ വന്ന് കഴിച്ചോളാം. കൊള്ളാം. രണ്ടാളും കൂടി പുതിയ സമരമെല്ലാം തുടങ്ങാണോ? പത്മിനി, ഞങ്ങൾക്ക് രണ്ടാൾക്കും ഇപ്പൊ ഭക്ഷണം വേണ്ടാന്നല്ലേ പറഞ്ഞുള്ളൂ. നീ എന്തിനാ വെറുതെ വ്യാഖ്യാനങ്ങൾ ഉണ്ടാക്കുന്നത്? നീ നിന്റെ പാട്ടിനു പോ. അമ്മേ, ഇത്രയൊക്കെ ഈ കുടുംബത്ത് സംഭവിച്ചതേ അമ്മ ഉണ്ടാക്കി കൊടുത്ത തണല്ല. ഇനിയും അമ്മ അവനെ വിളിച്ചിരുത്തി ഉപദേശിക്കാണോ? മുത്തശ്ശി എന്നെ ഉപദേശിച്ചാൽ അമ്മയ്ക്ക് എന്താ കുഴപ്പം? കാര്യങ്ങൾ അറിയാതെ അമ്മ ഉപദേശിക്കാൻ നിൽക്കുന്നതിനേക്കാളും നല്ലത് മുത്തശ്ശിയുടെ ഉപദേശങ്ങൾ തന്നെയാ. അമ്മ ഒന്ന് പോകുന്നുണ്ടോ? ദേ ഞാൻ പൊയ്ക്കോളാം. അച്ഛൻ ഭക്ഷണം കഴിക്കാൻ കാത്തിരിക്കുന്നുണ്ട്, അതുകൊണ്ട് അന്വേഷിച്ചു വന്നുവെന്നേ ഉള്ളൂ. അമ്മയോട് ദേഷ്യപ്പെടുകയൊന്നും വേണ്ടടാ. കാര്യങ്ങളുടെ സത്യസ്ഥിതി അറിയാണ്ടിരിക്കുമ്പോ അവക്ക് ഇങ്ങനെയല്ലേ പെരുമാറാൻ പറ്റൂ? ഞാൻ ആ അമ്മയുടെ മോൻ തന്നെയല്ലേ. എന്റെ അടുത്ത് വന്നൊന്ന് ഇരുന്നുകൂടെ? എന്നിട്ടൊന്ന് ചോദിച്ചുകൂടെ? എന്നെ ഒന്ന് സമാധാനിപ്പിച്ചുകൂടെ? പോട്ടടാ, വിട്ടുകളഞ്ഞേക്ക്.